الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് നമുക്ക് ഒരു കുറഞ്ഞ ജീവിതം അനുവദിച്ചിരിക്കുകയാണ്. ഈ ജീവിതത്തിന് ശേഷം അനശ്വരമായ ഒരിക്കലും അവസാനിക്കാത്ത ഒരു പാരത്രിക ജീവിതം അല്ലാഹ് തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. ആ ലോകത്ത് ദുനിയാവിലെ ജീവിതത്തിൽ നാം ചെയ്ത ചെയ്തികളുടെ ഫലം നൽകപ്പെടും. ഇവിടെ നാം സുഹൃതങ്ങൾ പ്രവർത്തിച്ചു എങ്കിൽ അനശ്വരമായ പാരത്രിക ജീവിതത്തിൽ അല്ലാഹു വിജയവും സന്തോഷവും അനുഗ്രഹങ്ങളുടെ സങ്കേതമായ സ്വർഗവും പ്രദാനം ചെയ്യും. ഇനി ഭൗതിക ലോകത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന വികാര വിചാരങ്ങളെ പൂർത്തിയാക്കിക്കൊണ്ട് യഥേഷ്ടം സ്വൈരവിഹാരം നടത്തിയെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് പരാജയമായിരിക്കും. ശിക്ഷയുടെ സങ്കേതമായ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നാം അംഗീകരിച്ചാലും അതിനെ നിരസിച്ചാലും തീർച്ചയായും വരാൻ വേണ്ടി പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ജീവിതത്തിനെ കുറിച്ച് അടിക്കടി ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ ഒക്കെ പ്രബോധനത്തിന്റെ 3 അടിസ്ഥാനങ്ങളിൽ ഒരു അടിസ്ഥാനം പാരത്രിക ലോകമായിരുന്നു. കാരണം മനുഷ്യൻ അവന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടത്തെ സുഖങ്ങളുടെ പിന്നാലെ പോയി പാരത്രിക ജീവിതം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാരത്രിക ജീവിതത്തിനെ കുറിച്ച് അടിക്കടിക്ക് നാം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് ഹിദായത്ത് സിദ്ധിച്ച മുത്തഖീങ്ങളുടെ അടയാളമായി പറയുന്നത് അവർ പാരത്രിക ജീവിതത്തെ ദൃഢമായി വിശ്വസിക്കുന്നവർ എന്നാണ്. നമ്മുടെ ഹൃദയത്തിലും പാരത്രിക ജീവിതത്തിനെ കുറിച്ച് വിശ്വാസമുണ്ട്. പക്ഷേ അതൊരു സങ്കല്പമായി പോയി.
അതുകൊണ്ട് തന്നെ ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നാം പാരത്രിക ജീവിതത്തിനെ വിസ്മരിക്കാറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന സഹാബിമാരുടെ ഹൃദയത്തിൽ അത് യഖീനായി, ദൃഢമായ വിശ്വാസമായി സ്ഥാപിക്കപ്പെട്ടു. ഹബിഷയിൽ നിന്ന്, എത്യോപ്യയിൽ നിന്ന് നീഗ്രോയായ കറുത്ത വംശജനായ ഒരു സഹാബി അള്ളാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിൽ വന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഫദ്ദിൽതും അലൈനാ ബിന്നുബുവത്തി വൽ അൽവാൻ. അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളാണ് എങ്കിൽ നുബുവത്ത് കൊണ്ട് വലിയ സ്ഥാനത്തിൽ ഇരിക്കുന്നയാളാണ്, നിങ്ങളാണെങ്കിൽ അതീവ സുന്ദരനുമാണ്. ഞാനാണ് എങ്കിൽ ഹബിസയിൽ താമസിക്കുന്ന നീഗ്രയാണ്, വിരൂപിയായ ആളാണ്. എനിക്ക് നിങ്ങളെ പോലെയുള്ള സ്ഥാനവുമില്ല. നാളെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ പ്രവാചകന്മാരുടെ അത്യുന്നതമായ സ്ഥാനത്തിൽ വിരാജിക്കും. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതേ നിറത്തിലും വിരൂപാവസ്ഥയിലുമായിരിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ സഹാബിയോട് പറയുകയുണ്ടായി, സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിന് അല്ലാഹു എത്ര വലിയ സൗന്ദര്യവും പ്രകാശവും നൽകുമെന്നാൽ 1000 വർഷത്തെ വഴിദൂരത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ പ്രഭ ഒരു മനുഷ്യന് കാണാൻ കഴിയും. അത്രയും വലിയ സൗന്ദര്യം അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രദാനം ചെയ്യും. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ, എല്ലാവരും ഒന്ന് ചൊല്ലിയേ, അല്ലാഹു അയാൾക്ക് 1,24,000 നന്മ എഴുതും. അപ്പോൾ ഈ സഹാബി ചോദിച്ചു, ചെറിയ ഒരു വചനത്തിന്റെ പേരിൽ ഇത്രയും വലിയ പ്രയോജനവും പ്രതിഫലവുമെങ്കിൽ നമ്മൾ ചെയ്യുന്ന സുഹൃത്തുക്കളുടെ പേരിൽ നമ്മൾ ആരും പരാജയപ്പെടാൻ സാധ്യതയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ഈ മുഴുവൻ സുഹൃത്തുക്കളെയും നാളെ മഹ്ശറിൽ അള്ളാഹു ഹാജരാക്കും. എന്നിട്ട് അവൻ നമുക്ക് നൽകിയ ശാരീരികമായ പ്രാപഞ്ചികമായ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുന്നു. കണ്ണ് കാഴ്ച ശക്തി, ചെവി കേൾവി ശക്തി, നാവ് സംസാര ശക്തി, അവയവങ്ങൾ ചലനശക്തി, ഈ ഭൗതിക ലോകത്ത് അല്ലാഹു ഒരുക്കിയ അനുഗ്രഹങ്ങൾ, സൂര്യന്റെ പ്രകാശം, വായു, ആകാശത്തിൽ നിന്ന് വർഷിക്കുന്ന മഴ, ഈ അനുഗ്രഹങ്ങളുടെ മുന്നിൽ നമ്മുടെ നന്മകളെല്ലാം പകരം വെക്കപ്പെടും. പിന്നീട് നമ്മുടെ മുന്നിൽ നന്മയില്ല. പിന്നെ അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന് സൂറത്ത് ദഹ്ർ അവതരിപ്പിച്ചു. ഈ സൂറത്തിൽ സ്വർഗത്തെ കുറിച്ച് വിവരിക്കുന്ന ആയത്ത്, ഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. إذا رأيت ثم رأيت نعيما وملكا كبيرا. ആ സ്വർഗത്തെ നീ കാണുമ്പോൾ അവിടുത്തെ അനുഗ്രഹങ്ങളെയും അവിടെ നിനക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന വലിയ ഒരു സാമ്രാജ്യത്തിന്റെ അധികാരവും, ദുനിയാവിൽ 1 സെന്റ് ഭൂമി അല്ലെങ്കിൽ 5 സെന്റ് ഭൂമി അല്ലെങ്കിൽ 10 സെന്റ് ഭൂമി, അവിടെ ഒരു വീട്. സ്വർഗത്തിൽ അങ്ങനെയല്ല. ചെറിയ സ്വർഗവാസിക്ക് ദുനിയാവ് മുഴുവൻ ഉള്ളതിന്റെ 10 ഇരട്ടിയാണ്. അപ്പൊ വലിയ ഒരു സാമ്രാജ്യം തന്നെ നിങ്ങൾക്ക് കിട്ടും, അതിന്റെ അധികാരവും കിട്ടും. അത് സ്ഥായിയായി നിലനിൽക്കും. 50 വർഷമോ 100 വർഷമോ 150 വർഷം കൊണ്ടോ അവസാനിക്കില്ല. വമുൽകൻ കബീറാ, വലിയ ഒരു സാമ്രാജ്യത്തിന്റെ അധികാരവും നിനക്ക് നൽകപ്പെടുന്ന രംഗം നീ കാണുമ്പോൾ. ആ സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുർആനിൽ ഈ വിവരിച്ചിരിക്കുന്ന സ്വർഗമാണോ എനിക്ക് കിട്ടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ സ്വർഗമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ സഹാബിക്ക് സന്തോഷം താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴും തന്നെ ബോധരഹിതനായി നിലംപതിച്ചു, ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപിരിഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയെ തങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് ഖബറിലേക്ക് ഇറക്കി വെച്ച് ദഫൻ ചെയ്യുന്ന രംഗം ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ സഹാബാക്കളായ മഹാരഥന്മാരുടെ ഹൃദയത്തിൽ പാരത്രിക ലോകം, സ്വർഗം, നരകം, മഹ്ശറ ഇതൊന്നും ഒരു സങ്കല്പമായിരുന്നില്ല. യാഥാർത്ഥ്യമായി ദൃഢവിശ്വാസമായി അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ട് ആ ഖുർആനിൽ പാരത്രിക ലോകത്തെ കുറിച്ചുള്ള വിവരണം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ അത് സ്വാധീനിക്കുകയും ഹൃദയങ്ങളിൽ തട്ടി ഹൃദയങ്ങളിൽ പ്രതിഫലനമുണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മൾ എത്രയോ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടോ? ഹൃദയത്തിൽ തട്ടി ഹൃദയത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിമാർക്ക് ശേഷം ഏറ്റവും ഉയർന്ന ഈമാനിന്റെ പ്രതീകമാണ്. സൂറത്തു സിൽസാൽ അവതരിച്ചു. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് കുല്ലു മാ അമിൽതു ബിഹി നറാഹു മിൻ സദ്ദിൻ. നമ്മൾ പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ പിഴവുകളും പാളിച്ചകളും നാളെ ആഖിറത്തിൽ അതിന് തിക്തഫലമായി കാണിക്കപ്പെടുമെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കും. ഇത് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ഫബകാ അബൂബക്കർ ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബുകാഇഹി. അബൂബക്കർ കരയുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനും കരയാൻ വേണ്ടി തുടങ്ങി. അപ്പൊ നാളെ പാരത്രിക ലോകത്ത് ദുനിയാവിൽ നാം പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങളുടെയും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് നമ്മൾ കേൾക്കാറുണ്ട്, പറയാറുണ്ട്. മറ്റൊരാളെ പരാജയപ്പെടുത്താൻ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അത് വിശ്വാസമായി സ്ഥാപിക്കപ്പെട്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് ഒരിക്കൽ സുബഹി നമസ്കരിക്കുമ്പോൾ സൂറത്ത് തൂർ പാരായണം ചെയ്തു. പാരായണം ചെയ്ത് ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫി. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. മാ ലഹു മിൻ ദാഫി. ആ ശിക്ഷയെ ദൂരീകരിക്കാൻ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ടപ്പോൾ ബോധരഹിതനായി, രോഗബാധിതനായി. 1 മാസം അദ്ദേഹം രോഗത്തിൽ വീട്ടിൽ തന്നെ കഴിയുകയുണ്ടായി. സഹാബിമാർ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന താബിഈങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സന്ദർശിക്കുമായിരുന്നു. രോഗം എന്താണ് എന്ന് ആർക്കും മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ പാരത്രിക ലോകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ആയത്ത് പാരായണം ചെയ്ത് അത് ഹൃദയത്തിൽ തട്ടി പ്രതിഫലിച്ചപ്പോൾ സംഭവിച്ച കാര്യമാണ്. സഹാബാക്കളായ മഹാരഥന്മാര് പാരത്രിക ജീവിതത്തിനെ കുറിക്കുന്ന കാര്യങ്ങൾ വെറുതെ പറയുകയായിരുന്നില്ല, വെറുതെ പാരായണം ചെയ്യുകയായിരുന്നില്ല, വെറുതെ കേൾക്കുകയായിരുന്നില്ല. അവരുടെ ഹൃദയങ്ങളെ അത് സ്വാധീനിച്ചു, ഹൃദയത്തിൽ തട്ടി അത് പ്രതിഫലിച്ചു. അപ്പോ അവരുടെ ജീവിതം സന്തുലിതമായ അവസ്ഥയിലായി. ഇന്ന് നമ്മൾ ഒരു ദിവസം ഭയങ്കര പുണ്യവാണനായിരിക്കും, ഭയങ്കര സുഹൃതവാനായിരിക്കും. അടുത്ത ദിവസം നോക്കുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം നമ്മുടെ മുന്നിൽ പാരത്രിക ജീവിതം ഒരു സങ്കല്പമാണ്. യാഥാർത്ഥ്യമാണ് എങ്കിൽ ഈ നിമിഷവും മരണം സംഭവിക്കാം, അടുത്ത നിമിഷവും മരണം സംഭവിക്കാം. ഞാൻ ചെയ്യുന്ന അശ്രദ്ധ പാപങ്ങളുടെ സന്ദർഭത്തിൽ എനിക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്ര വലിയ പരാജയമായിരിക്കുമെന്ന് ചിന്തിക്കും. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിലെ ആയത്ത് കേൾക്കാനിടയായി. فَوَرَبِّكَ لَنَسْأَلَنَّهُمْ أَجْمَعِينَ عَمَّا كَانُوا يَعْمَلُونَ. فَوَرَبِّكَ താന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. لَنَسْأَلَنَّهُمْ أَجْمَعِينَ നാം അവരോടെല്ലാം വിചാരണ ചെയ്യും. عَمَّا كَانُوا بِهِ يَعْمَلُونَ
അവര് ദുനിയാവിൽ പ്രവർത്തിച്ചിരുന്നതിനെ കുറിച്ച് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നാം അവരോടൊക്കെ ചോദ്യം ചെയ്യും. അലി റളിയല്ലാഹു അൻഹു കേൾക്കേണ്ടുന്ന താമസം അപ്പോഴത്തന്നെ ബോധരഹിതനായി താഴേക്ക് നിലംപൊലിച്ചു. പാരത്രിക ലോകത്ത് ദുനിയാവിൽ ചെയ്ത ചെയ്തികളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ആ രംഗം ഒരു സങ്കല്പമായിരുന്നില്ല, ഒരു യാഥാർത്ഥ്യമായി ഹൃദയത്തിൽ തട്ടിയപ്പോൾ ബോധരഹിതനായി നിലംപൊലിക്കും. നമ്മളോടും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ കാര്യങ്ങൾ, കുരുത്തക്കേടുകൾ നാളെ പടച്ചോൻ ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അശ്രദ്ധമായി തമാശയായിട്ട് അതിനെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയാ ചെയ്യുന്നത്. അല്ലാഹു കാക്കുമാറാണ്. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ നരകത്തിൽ കുടിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന പാനീയത്തെ കുറിച്ചുള്ള ആയത്ത് ഓതി. يستغيثوا يغاثوا بماء كالمهل يشفي الوجوه. നരകത്തിൽ നരകവാസി ദാഹിച്ച് പരവശരായി വെള്ളത്തിനു വേണ്ടി സഹായം അർത്ഥിക്കുമ്പോൾ യുഗാസു ബിമാഇൻ, അയാൾക്ക് വെള്ളം നൽകപ്പെടും. കൽമുഹ്ലി, ഉരുകിയ ലോകം പോലത്തെ വെള്ളം. ഒന്ന് ചിന്തിച്ചു നോക്കിയ ഉരുകിയ ലോകം, അത് ദ്രാവക രൂപത്തിലാക്കി കഴിഞ്ഞാൽ അത് എത്ര കട്ടിയുള്ളതായിരിക്കും? അത് വായിലേക്ക് ഒഴിക്കാൻ പറ്റും. കുടിക്കാൻ വേണ്ടി അയാൾ വായിന്റെ അടുക്കലേക്ക് ആ വെള്ളം കൊണ്ടുവരുമ്പോൾ അതിന്റെ കഠിനമായ ചൂടിന്റെ പേരിൽ മുഖം കത്തിയമർന്നു പോകും. ഇത് കേട്ടപ്പോ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അപ്പോഴത്തന്നെ ബോധരഹിതനായി നിലംപതിക്കുകയായി. നമ്മൾ നരകത്തെ കുറിച്ചുള്ള എത്രയോ ആയത്ത് കേൾക്കുന്നുണ്ട്. നരകവുമായി ബന്ധപ്പെടുന്ന എത്രയോ തിന്മകളും പാപങ്ങളും പേര് നടക്കുന്നവർ അല്ലാഹു കാക്കുമാറാകട്ടെ. പാപങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് പരിശുദ്ധി നൽകുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ആയത്ത് അവതീർണമായി ആയത്ത് നബിതങ്ങളുടെ സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടി ഓതി കേൾപ്പിക്കുകയാണ്. നരകത്തെ കുറിക്കുന്ന ആയത്ത്. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലാഹുവിന്റെ നിർദ്ദേശം ഉപദേശമാണ്. കാരണം ആ നരകത്തിന്റെ ഭയാനകമായ ഭീകരമായ അന്തരീക്ഷം, ആ നരകത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. ഇത് കേട്ടപ്പോ ഒരു സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നരകത്തിൽ കല്ലുകളുണ്ടോ? ആ കല്ലുകളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ഇന്ന സഖറതൻ മിൻ ജഹന്നം അസദ്ദു മിൻ ജിബാലി ദുനിയാ കുല്ലിഹാ. തീർച്ചയായും നരകത്തിലെ ഒരു പാറക്കല്ലിന്റെ വലിപ്പം ദുനിയാവിലെ മുഴുവൻ പർവ്വതങ്ങൾ ചേർന്നാൽ ഉള്ളതിനേക്കാൾ വലിപ്പമുള്ളതായിരിക്കും. ഇത് കേട്ടപ്പോ ആ സഹാബി അപ്പോൾ തന്നെ ബോധരഹിതനായി നിലംപതിച്ചു. പടച്ചോനെ, ഇത്രയും വലിയ കല്ലുകൾ കൊണ്ടാ കത്തിക്കുന്നത് എങ്കിൽ ആ തീയുടെ ചൂട് എത്ര കഠിനമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ നെഞ്ചിൽ കൈവച്ച് നോക്കിയപ്പോ ജീവനുണ്ട്, ജീവന്റെ അംശം ബാക്കിയുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ആ സഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ നിന്ന് യാത്രയായി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് സ്വർഗം അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സഹാബിമാര് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയതുകൊണ്ടാണോ ഇദ്ദേഹത്തിന് സ്വർഗം നിങ്ങൾ സന്തോഷ വാർത്തയായിട്ട് അറിയിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, അക്കാരണം കൊണ്ട് മാത്രമല്ല, ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. ദാലിക ലിമൻ ഖാഫ മഖാമി,
ആ സ്വർഗം എന്റെ സ്ഥാന വലിപ്പങ്ങളെ മനസ്സിലാക്കി പേടിക്കുന്നവർക്കാണ്. അല്ലാഹു മഹോന്നതനാണ്. അവന്റെ മഹത്വം എത്രയോ ഉയർന്നതാണ്. അവന്റെ മുന്നിൽ വെച്ചാണ് ഞാൻ തിന്മ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ പാപങ്ങളോടിതാ സമരപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഒരു പാപങ്ങളും പ്രവർത്തിക്കില്ല. എന്റെ സ്ഥാനങ്ങളെ പേടിക്കുന്നവർക്കാണ്. എന്റെ താക്കീതുകളെയും പേടിക്കുന്നവർക്കാണ്. അള്ളാഹുവിന്റെ താക്കീത നരകം. ആ നരകത്തിന്റെ പാറക്കല്ലിനെ കേട്ടപ്പോ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭയമുണ്ടായി. ആ ഭയത്തിന്റെ പേരിൽ അള്ളാഹു ഇദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്തു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബിമാരെ അറിയിക്കുക. സഹാബാക്കളായ മഹാരഥന്മാരുടെ ഹൃദയത്തിൽ മരണം, ഖബർ, ഹശ്ർ, നാളെ മഹ്ശറിൽ വിചാരണ ചെയ്യപ്പെടൽ, ദുനിയാവിൽ നാം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടൽ, സ്വർഗം നരക ഇതൊന്നും സങ്കല്പമായിരുന്നില്ല. ഹൃദയത്തിൽ യാഥാർത്ഥ്യമായി സ്ഥാപിക്കപ്പെട്ട ദൃഢവിശ്വാസമായി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു സഹാബിയുണ്ട്, സുറാറത്ത് ബിൻ അബി ഔഫ. പിൽക്കാലത്ത് ബസറയിൽ ഖാദിയായി. സുബഹി നമസ്കാരത്തിന് അദ്ദേഹം ഇമാമായി നമസ്കരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്തിന് ശേഷം സൂറത്തുൽ മുദ്ദസ്സിർ പാരായണം ചെയ്തു ഫൈദാ നുഖിറ ഫിന്നാഖൂർ ഫദാലിക യൗമൈദിൻ യൗമുൻ അസീർ. ഫൈദാ നുഖിറ ഫിന്നാഖൂർ, സൂറന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ, കുഴലിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ, ഫദാലിക യൗമൈദിൻ യൗമുൻ അസീർ, അത് കഠിനമായ ഒരു ദിവസം തന്നെയായിരിക്കും. യായത്തോതിയപ്പോൾ അദ്ദേഹം അട്ടഹസിക്കുകയാണ്, നിലവിളിച്ചപ്പോൾ തന്നെ താഴേക്ക് നിലംപതിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞുപോയി. അദ്ദേഹം മരണപ്പെട്ടു. ഒരായത്ത് ഓതി അത് കേട്ടപ്പോൾ. നാളെ അന്ത്യദിനത്തിന്റെ സീൻ അത് വിവരിക്കുന്ന ഒരായത്താണ്. ആ സഹാബിയുടെ ഹൃദയത്തിൽ തട്ടി ആ ഹൃദയത്തെ ആ ആയത്ത് പ്രതിഫലിക്കുക. ഇനി താബഈങ്ങളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് ഒരിക്കൽ നമസ്കാരത്തിൽ ഓതുകയാണ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ യൗമൻ, നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസത്തിലാണ് നിങ്ങളെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്നത്. മരണത്തിന്റെ ദിവസത്തെ നിങ്ങൾ പേടിക്കണം. സഈദ് ബിൻ ജുബൈർ ആവർത്തിച്ച് ഓതുകയാണ്. അടുത്തായി തോന്നാൻ കഴിയുന്നില്ല. കരഞ്ഞ് 20ഓളം വട്ടം ആയത്തോതി അടുത്തൊരായത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. മരണം അവരുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസമായി സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഫുളൈൽ ബിൻ അയ്യാദ് റഹിമഹുല്ലാഹിന്റെ മകൻ അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ അടുക്കൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതപ്പെട്ടു. നരകത്തെ കുറിച്ച് വിവരിക്കുന്ന ആയത്താണ്. വലൗ തറാ ഇദ് വഖിഫൂ അലൻ നാരി ഫഖാലൂ യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബു ബിആയാതിനാ വനകൂന മിനൽ മുഅ്മിനീൻ. വലൗ തറാ, നിങ്ങൾ കാണുകയാണ് എങ്കിൽ, ഇത് വഖിഫൂ അലൻ നാരി, ആ മനുഷ്യരൊക്കെ നരകത്തിന്റെ മുന്നിൽ നിർത്തപ്പെടുന്ന രംഗം. എല്ലാ മനുഷ്യരും നരകത്തിന്റെ മുന്നിൽ മഹ്ശറിൽ നിർത്തും. വഖാലൂ, ആ നരകത്തിൽ പോകുന്ന ആൾക്കാര് അല്ലാഹുവിന്റെ അടുക്കൽ വിളിച്ചു ചോദിക്കും, യാ ലൈതനാ നുറദ്ദു, ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് മടങ്ങി ഒരു ജീവിതത്തിന് അവസരം നൽകുകയാണെങ്കിൽ, വലാ നുകദ്ദിബു ബിആയാതിനാ, ഞങ്ങൾക്ക് നീ നൽകിയ ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾ കളവാക്കില്ല, വനകൂന മിനൽ മുഅ്മിനീൻ, സത്യസന്ധരായ മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ പെട്ടുകൊള്ളാം. മടക്കോ? ഒരിക്കലും മടക്കൂല. അപ്പൊ ആ നരകത്തിന്റെ ഭീകരമായ രംഗം കാണുമ്പോ
നരകത്തിലേക്ക് പോകുന്ന ഈ ആൾക്കാര് അള്ളാഹുവിനോട് വിളിച്ച് ആവലാതിപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും ദുനിയാവിലേക്ക് രണ്ടാമതൊരു ജീവിതം നൽകില്ല. ശേഷം അള്ളാഹ് പറയുന്നത് എന്നാലെന്ത് നിങ്ങൾ മറന്നു. ഫുദൈലിന്റെ മകൻ അങ്ങനെ തന്നെ ബോധരഹിതനായി താഴേക്ക് വീണു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞു. അപ്പൊ മരണത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരുടെ മുന്നിലും മരണം സംഭവിക്കും. നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ കുട്ടികൾ മരിക്കുന്നു, യുവാക്കൾ മരിക്കുന്നു, യുവതികൾ മരിക്കുന്നു, മധ്യവയസ്കർ മരിക്കുന്നു, പ്രായമെത്തിയവർ മരിക്കുന്നു. പണ്ടുകാലങ്ങളിൽ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാർദ്ധക്യത്തിന്റെ സമയത്താ വരുന്നത്. ഇന്നത്തെ മാറിയ ജീവിത സാഹചര്യത്തിൽ പൊടുന്നനെ മരണം സംഭവിക്കുകയാണ്. അപകട മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലം. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും എപ്പോഴും മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്നവരായി. അതുകൊണ്ട് ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം, ആഖിറം, ഖബർ, സ്വർഗ്ഗം ഇതൊക്കെ അടിക്കടി ആവർത്തിച്ച് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഭൗതിക ലോകത്തിന്റെ ജീവിതം എന്തോ സംഭവമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുക. ഖുർആൻ പറയുന്ന യഥാർത്ഥ ജീവിതം എന്റെ പൊന്നു ഹബീബേ ദുനിയാവല്ല. ഇന്നല്ലെങ്കിൽ നാളെ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഉണ്ടാക്കിയ വീട് നിന്റെതല്ല, നീ ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് നിന്റെതല്ല, നീ ഒരുമിച്ച് കൂട്ടിയ അധികാരം നിന്റെതല്ല, മറ്റാരെങ്കിലും അത് കൈയേറ്റം ചെയ്യും. നീ ദുനിയാവിൽ ചെയ്ത അമലുകളുമായിട്ടായിരിക്കും ആഖിറത്തിൽ ചെല്ലുന്നത്. അതുകൊണ്ട് പാരത്രിക ജീവിതത്തിന്റെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ഈ ദുനിയാവിൽ നമ്മൾ ആവശ്യങ്ങളുടെ ഇടയിൽ ഒരിക്കലും ആഖിറത്തിനെ വിസ്മരിച്ചു കളയരുത്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നാം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടാവും. നമ്മുടെ ജീവിതം പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമാകും. സർവശക്തനായ അല്ലാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.